ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 26 ഫെബ്രുവരി 2026, ഈ മാസത്തെ 26-ാമത്തെ ദിവസം, ഈ വർഷത്തെ 57-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 11-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം ആ രക്ഷിതാവിൻ്റെ കുരിശിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് നാം ചോദിക്കേണ്ടതായ 3 ചോദ്യങ്ങൾ. ആ രക്ഷിതാവിൻ്റെ കുരിശിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് നാം ചോദിക്കേണ്ടതായ 3 ചോദ്യങ്ങൾ എന്നത് ആണ്. നാം ഈ വലിയ നോമ്പിൽ നമ്മെ തന്നെ ഒരു മാറ്റം വരുത്തി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇനിയും 39 ദിവസം കൂടിയുണ്ട്. അതിനോടകം നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ രൂപാന്തരപ്പെടുത്തുമെങ്കിൽ മാത്രമേ നാം രക്ഷിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധിക്കത്തുള്ളൂ. ദുഃഖവെള്ളിയാഴ്ച നാം എല്ലാവരുടെയും ശ്രദ്ധ ഒരു ബിന്ദുവിൽ പതിക്കുന്നു, അതായത് കാൽവറിയിൽ. യെരുശലേം നഗരത്തിന് പുറത്ത് ചെറിയ ഒരു കുന്ന്, തലയോട്ടിയുടെ ആകൃതി അതിനുള്ളത് കൊണ്ട് തലയോടിടം, ലത്തീൻ ഭാഷയിൽ പറഞ്ഞാൽ കാൽവറി എന്നതിന് പേരുണ്ട്. ആ കുന്നിൽ ഒന്നല്ല 3 കുരിശുമരങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നതായി കാണാം. എങ്കിലും നമ്മുടെ ശ്രദ്ധ മധ്യത്തിലുള്ള കുരിശിലാണ്. ആ കുരിശിന്റെ ചൂട്ടിൽ അല്പം അകന്ന് ദുഃഖാർത്ഥരായ ചില സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ മാതാവായ മറിയാമിനെയും കാണാം. ക്രൂശിന്മേൽ 3 ആണികളിൽ തൂങ്ങി കിടക്കുന്നവനായ യേശുവിലേക്ക് നമ്മുടെ നോട്ടം നമുക്ക് വയ്ക്കാം. ദുർവഹമായ വേദന സഹിച്ചുകൊണ്ട് മരണത്തിലേക്ക് മന്നം നീങ്ങിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് 3 ചോദ്യങ്ങളാണ് നാം സ്വയം ചോദിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് ആ ക്രൂശിൽ കിടക്കുന്നത്? രണ്ടാമത്തെ ചോദ്യമെന്ന് പറയുന്നത്, അവിടുന്ന് എന്തുകൊണ്ട് മരിച്ചു? മൂന്നാമത്തെ ചോദ്യമെന്ന് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ആണ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആരാണ് ആ കുരിശിൽ കിടക്കുന്നത്? ദാരുണവും അതിക്രൂരവുമായ കുരിശുമരണം ഏൽക്കത്തക്കവണ്ണം അദ്ദേഹം ഒരു കുറ്റവാളിയോ? തൻ്റെ ഇരുവശത്തും കിടക്കുന്നവരെ പറ്റിയുള്ള വാർത്ത അവർ അക്രമികളും കൊലപാതകളുമെന്നതാണ്. യേശുവിനെ കുറിച്ചുള്ള സമകാലീനരുടെ സാക്ഷ്യം എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തത്, നന്മ മാത്രം ചെയ്തിട്ടുള്ളവൻ. രണ്ടാമത്തത്, സ്നേഹ സന്ദേശം മാത്രം പകർന്നിട്ടുള്ളവൻ. മൂന്നാമത്തത്, സ്നേഹ സന്ദേശം സ്വജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തിയവൻ. നാലാമത്തത്, യേശു ദൈവവുമായിരുന്നു എന്നുള്ള നമ്മുടെ ആ തിരിച്ചറിവാണ് നമുക്ക് ഏവർക്കും വേണ്ടത്. അതായത് നന്മ മാത്രം ചെയ്തിട്ടുള്ളവൻ, ഒരു ദോഷവും ഒരിക്കലും ചെയ്തിട്ടില്ലാത്തവൻ. യേശുവിനെ വിസ്തരിച്ച് പീലാത്തോസ് സാക്ഷ്യപ്പെടുത്തി, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, അവിടുന്ന് നന്മ പ്രവർത്തിച്ചുകൊണ്ടും ഗ്രാമം തോറും സഞ്ചരിച്ചു എന്ന് സുശേഷന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. വിശന്ന് പൊരിഞ്ഞവരെ കണ്ടപ്പോൾ അവരിൽ മനസ്സലിഞ്ഞ് അവരെ പോഷിപ്പിച്ച് തൃപ്തരാക്കി. ഭ്രഷ്ടനും അശുദ്ധനുമായ കുഷ്ഠരോഗിയെ സ്പർശിച്ച് സൗഖ്യമാക്കി. പാപികൾക്കും പതിതർക്കും അവയവും ആശ്വാസവും അരുളി. ഒരിക്കൽ യേശു ചോദിച്ചു, ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമെന്ന്? രണ്ടാമത്തേത്, സ്നേഹ സന്ദേശം മാത്രം പകർന്നിട്ടുള്ളവനാണ്. യേശുവിൻ്റെ ഉപദേശങ്ങൾ എത്തരത്തിലുള്ളവയായിരുന്നു? ധാർമ്മികതയുടെ സത്തായിരുന്നു തൻ്റെ സന്ദേശം. ഒരിക്കലും വിദ്വേഷത്തിൻ്റെ വാക്കുകൾ അവിടുന്ന് നാവിൽ നിന്ന് ഉയർന്നിട്ടില്ല. ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. 10 കൽപ്പനകളെ അവിടുന്ന് 2ആയി സംഹരിച്ചുകൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കണമെന്ന പ്രബോധനം നൽകിയതായി നമുക്ക് ഏവർക്കും അറിയാം. യേശുവിൻ്റെ ഉപദേശത്തിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുരോഹിതനായ ഹന്നാൻ ചോദിച്ചു. അവിടുന്ന് പരസ്യമായി തന്നെയാണ് ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നതെന്ന് യേശു ഉത്തരം നൽകി. ആർക്കും അതിൽ കുറ്റം ചുമത്താൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, സ്നേഹ സന്ദേശം സ്വജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തിയവനാണ്.
യേശു സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമായിരുന്നു. റോബർട്ട് മാക്കയിൽ എഴുതി, ബേത്ലഹേം മുതൽ കാൽവറി വരെയുള്ള ജീവിതം സ്നേഹത്തിൻ്റെ അനാവരണമായിരുന്നു. ബേത്ലഹേമിൽ കല്ലടാവിൽ ഞാൻ നിൽക്കുമ്പോൾ അവതരിച്ച സ്നേഹത്തെ ദർശിക്കുന്നു. നന്മ ചെയ്തുകൊണ്ട് ഗലീലയിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിച്ച യേശുവിനെ ഞാൻ അനുധാവനം ചെയ്യുമ്പോൾ അധ്വാനിക്കുന്ന സ്നേഹം കാണുന്നു. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കരയുന്ന സ്നേഹം കാണുന്നു. ഗത്സമനയിൽ എത്തുമ്പോൾ നൊമ്പരപ്പെടുകയും രക്തം പ്രവഹിക്കുകയും ചെയ്യുന്ന സ്നേഹമാണ്. അവസാനം കാൽവറിയിൽ എത്തുമ്പോൾ രക്തം ഒഴുകുകയും പിടഞ്ഞ് മരിക്കുകയും ചെയ്യുന്ന സ്നേഹത്തെ ഞാൻ ദർശിക്കുന്നു. ഇത്രമാത്രം സ്നേഹധനനായ മറ്റൊരാളെ കാണുവാനില്ല. കുരിശുമരത്തിൽ 3 ആണികൾ അല്ല യേശുവിനെ താങ്ങി നിർത്തുന്നത്, അദ്ദേഹത്തിൻ്റെ സ്നേഹമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. 4-മത്തെ കാര്യം, യേശു ദൈവമായിരുന്നുവെന്ന് നാം അറിയേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് ദൈവമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇക്കാര്യം വിജാതീയനായ ശതാധിപൻ സാക്ഷ്യപ്പെടുത്തി. ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. ആ സാക്ഷ്യം സ്ഥിരീകരിക്കുന്നതായിരുന്നു പ്രവൃത്തിയിൽ ഉണ്ടായ മാറ്റങ്ങൾ. 6 മണിനേരം മുതൽ 9 മണിനേരത്തോളം ദേശത്തെ എല്ലാം ഇരുട്ട് ഉണ്ടായി. മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. സൃഷ്ടാവിൻ്റെ ദുരന്തത്തിൽ പ്രപഞ്ചം മുഴുവനും പ്രകമ്പം കൊള്ളുകയായിരുന്നു. ക്രൂശിൽ കിടന്ന് ആരാകുന്നു എന്ന നമ്മുടെ ചോദ്യത്തിന് ഉത്തരമാണല്ലോ നമ്മൾ ഇപ്പോൾ കണ്ടത്. അതായത് കുരിശിൽ കിടന്നത് ആരാകുന്നു? അവൻ ദൈവമായിരുന്നു എന്ന്, ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നന്മയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തിഭാവമായ പൂർണ്ണ മനുഷ്യൻ, അത് തന്നെയാണല്ലോ പീലാത്തോസ് സാക്ഷ്യപ്പെടുത്തിയത്. യഥാർത്ഥ മനുഷ്യൻ, അവിടുന്ന് പൂർണ്ണ ദൈവവുമായിരുന്നു. ഈ വസ്തുത അടുത്ത ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നമ്മൾ ക്രൂശിന്റെ ചുവട്ടിൽ ചോദിക്കേണ്ട 3-മത്തെ ചോദ്യത്തിൽ 2-മത്തെ ചോദ്യമാണ് ഇനി ചോദിക്കുന്നത്. അവിടുന്ന് എന്തുകൊണ്ട് മരിച്ചു? മേൽ ചൂണ്ടിക്കാണിച്ച വസ്തുതകളും അടിസ്ഥാനത്തിന്റെ സ്വാഭാവികമായി ഉയർന്ന ചോദ്യമാണിത്. സ്വന്തം കുറ്റങ്ങൾക്ക് വേണ്ടിയോ പാപത്തിനു വേണ്ടിയോ ആയിരുന്നില്ല. തന്നോടൊപ്പം ക്രൂശിൽ കിടക്കുന്ന കൊലപാതകി ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ തന്റെ സ്നേഹിതനായ മറ്റേ കൊലപാതകിയോട് പറയുന്ന വാക്കുകളാണ്: നാമോ ന്യായമായിട്ടും ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വേദഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. യേശു മരിച്ചത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമായിരുന്നു. ഇതേപ്പറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യെശയ്യാ പ്രവാചകൻ പ്രസ്താവിച്ചു. അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു എന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. 3-മത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യേണ്ടു? 2-മത്തെ ചോദ്യം നമ്മെ 3-മത്തെ ചോദ്യത്തിലെത്തിക്കുന്നു. പാപമില്ലാത്തവനായ കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി മരണം വരിച്ചു. ഇത് മനസ്സിലാക്കുമ്പോൾ ഓരോ വ്യക്തിയും സ്വയം ചോദിക്കണം, ഞാൻ അതിന് എങ്ങനെ പ്രതികരിക്കണം? എന്നിൽ നിന്ന് അവിടുന്ന് ഒരു പ്രതികരണവും ആവശ്യപ്പെടുന്നില്ലേ എന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. പൗലോസ് ഗലാത്യരോട് ചോദിക്കുന്നു, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശൂദ്രം ചെയ്ത് മയക്കിയത് ആര് എന്ന് ചോദിക്കുന്നുണ്ട്. ക്രൂശിന്റെ സന്ദേശം അത്ര ശക്തവും ആരെയും സ്വാധീനിക്കുന്നതുമാണ്. നമ്മുടെ ഹൃദയം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിയും കൃതജ്ഞതയും സ്തോത്രവുമാണ് നമ്മിൽ നിന്നുയരുന്നത്. നമ്മെ തന്നെ കർത്താവിന് അടിവര വയ്ക്കാനുള്ള സന്നദ്ധതയാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രകടമാക്കേണ്ടത്. ക്രൂശിന്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തിയും പറയേണ്ടത്, എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ മൂല്യമുള്ളവനായി എന്നെ അംഗീകരിച്ച് യേശുനാഥ, ഞാൻ അങ്ങയുടെ വകയായി അവിടുത്തെ ഇഷ്ടം ചെയ്ത് എൻ്റെ ജീവിതാന്ത്യം വരെ ജീവിച്ചു കൊള്ളാം എന്ന് നാം സത്യം ചെയ്ത് പറയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമർപ്പണത്തിന്
ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നോമ്പ് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉപകരിക്കാം. യെശയ്യാ പ്രവചനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, 53:5. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനമാണിത്. അത് സാക്ഷാത്കരിക്കുന്നതായി നാം ക്രൂശിൽ കാണുന്നു. നാം ഓരോരുത്തരും ക്രൂശിൻ്റെ ചൂട്ടിൽ വായിച്ച് കേട്ട് നമ്മൾ ചോദിക്കേണ്ടതായ 3 ചോദ്യങ്ങളാണ് ഇവിടുത്തെ പ്രധാനം. ആരാണ് ആ ക്രൂശിൽ കിടക്കുന്നത്? രണ്ടാമത്തത്, അവിടുന്ന് എന്തുകൊണ്ട് മരിച്ചു? മൂന്നാമത്തത്, ഞാൻ എന്ത് ചെയ്യേണ്ടു? നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അതിനായി ഈ നോമ്പ് ഉപകരിക്കപ്പെടട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.